കുട്ടിയെ ഞങ്ങളങ്ങനെ അമിതമായി ഉപദ്രവിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കുട്ടി കരയുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ഇവൻ കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറുതായി നുള്ളുന്നതും ചെറിയ കമ്പെടുത്തടിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞങ്ങളത് എതിർത്തിട്ടുണ്ട്. പൊടിക്കുട്ടിയാണ്, അവനൊന്നും ചെയ്യരുത്, നിനക്കും അഖിലേക്കും നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അപ്പൂപ്പന്, അതായത് അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണം. അമ്മൂമ്മയ്ക്ക് താല്പര്യമില്ല, നോക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടി അവരുടെ അടുത്ത് നിന്നിട്ട് അവർ കേസ് കൊടുത്ത് 20,000 രൂപ അവർക്ക് മാസ ചിലവിന് കൊടുക്കാമെങ്കിൽ കുട്ടിയെ നോക്കാം, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ തിരിച്ചിവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കണം, അല്ലാതെ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് ഞങ്ങളെ മുമ്പേ ഇട്ട് ചെറിയ നുള്ളോ അടിയോ അതുപോലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിലയും അഷ്കറും തമ്മിൽ അങ്ങനെ അടിയൊന്നും കൂടുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. വായായിട്ട് എന്തെങ്കിലും അവൾക്ക് പഠിക്കാൻ പോകണം, അവൾക്ക് ഇങ്ങനെ കുട്ടിയെ നോക്കി വീട്ടിൽ നിന്ന് ജീവിതം തൊലയ്ക്കാൻ പറ്റൂല, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയാറുമുണ്ട്, ഇവനാണ് എനിക്ക് ഒരു ജീവിതം ഇല്ലാത്ത, ഒരു തൊഴിലിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ആദ്യമേ ഉള്ള ഒരു ആഗ്രഹമാണ് അവൾക്ക് പോലീസായിട്ട് പഠിക്കണമെന്ന്, അത് ഇവനൊരു തടസ്സമാണല്ലോ, എന്ത് ചെയ്യും, അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുക്കൂല, അതെന്ത് അഖിലേ, അത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നതെന്ന് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഈ കൊച്ച്, അവൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഈ കൊച്ച് അഖിലിനുള്ളതല്ല മറ്റാർക്കോ ഉള്ളതാണെന്നാണ് അവൻ്റെ വീട്ടുകാർ പറയുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഈ കൊച്ചിനെ കൊടുക്കൂല എന്നാണ് അവളെ അടുത്ത മൊഴി. എന്നിട്ട് ഞാൻ പറഞ്ഞെടി, നീയും അടിക്കുന്നുണ്ടല്ലേ, അവനെ അടിക്കുന്നുണ്ടല്ലേ, എന്തിന് നിങ്ങളിങ്ങനെ ഈ കൊല്ല ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും അവർ കേട്ടോണ്ടല്ലേ ഇരിക്കണം മക്കളെ, നീ കൊണ്ട് കൊടു എന്ന് പറഞ്ഞു. എന്നിട്ടും ഇവള് പറയണം ഞാൻ കൊടുക്കൂല, കൊടുക്കാൻ ഇവക്ക് ഉയിരി മനസ്സാണ്, ഒടുക്ക പറയും അവൾ കൊടുക്കാൻ എന്നെല്ലാം സമ്മതിച്ച് വെച്ചിട്ട് ഇവള് വിളിച്ച് അനു എന്ന് പറയുന്ന അവളെ ടീച്ചറുണ്ട് ഈ പരിപാടിക്ക് പോകുന്ന, ആ ടീച്ചറോട് വിളിച്ച് ഇവള് തീരുമാനം ചോദിക്കും. ഇവനും ഇവളും കൂടെ ചോദിക്കുമ്പോൾ അവർ പറയണ എന്തിനാണ്, നിങ്ങൾ കൊടുക്കരുത്, നിൻ്റെ അടുത്തല്ലേ നിൻ്റെ മോയ് നിന്ന് വളരാനുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അഷ്കറിനെ ഉപേക്ഷിച്ചിട്ട് നീ അവനെ കൊണ്ട് നീ നല്ല രീതിയിൽ ജീവിരേ, നീ വാ, ഇറങ്ങി വാ, എൻ്റെ വീട്ടിൽ വന്ന് നില്ലേ എന്നാണ് അവർ പറയണത്. ഈ കണക്കിനാണ് പറയണത്. ഒരു നേരം അവൾ കൊടുക്കാമെന്ന് പറയും, പിറ്റേ നേരം പറയും അവൾ പറയും കൊടുക്കില്ല എന്ന് പറയും. എന്നിട്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ള സ്വപ്നങ്ങൾ അവൾ പറയുകയും ചെയ്യും, എനിക്ക് പോലീസ് ആവണമെന്നാണ് എൻ്റെ തീരുമാനം, എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ അടുക്കളയെ തീർക്കാനും അല്ല എന്ന് അവൾ പല ദിവസവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം അടുക്കളയിൽ തീർത്ത് കളയാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം അഷ്കറിൻ്റെ പറഞ്ഞ്, ചേട്ടാ ഇതേപോലെ അനു പറഞ്ഞു വിട്ട് അത് അന്ന് കേസിൻ്റെ അന്ന് ഈ കുഞ്ഞ് കയ്യിലെത്തണേൻ്റെ അന്ന് പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അനു പറഞ്ഞെന്ന്, നീ ഇങ്ങനെ അടുക്കളയിൽ ചടങ്ങ് കൂടി ഇരിക്കരുത്, നീ ഒരു കാര്യം ചെയ്യ്, വിദ്യാഭ്യാസമുള്ള നീയല്ലേ, നീ ജോലിക്ക് പോവാൻ ഇറങ്ങ് എന്ന് അനു പറഞ്ഞത് മുഖാന്തരം ഇവള് വീട്ടിൽ വന്നിട്ട് അഷ്കറിൻ്റെ പറഞ്ഞ്, ചേട്ടാ എനിക്ക് പഠിക്കണം, എൻ്റെ ജീവിതം എൻ്റെ അടുക്കളയിൽ തീർക്കാനുള്ളതല്ല, എനിക്ക് ജോലി എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ അഷ്കർ പറഞ്ഞ്, നീ വീട്ടു ജോലി നോക്കി ഇവിടെ ഇരുന്നാൽ മതി, ചെറുക്കൻ്റെ കാര്യവും നോക്കി നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് ഇവളടുത്ത് പറഞ്ഞപ്പോൾ ഇവൾ എടുത്ത വായിലെ മറുപടി പറയണത്, ചേട്ടൻ പുറത്തിറങ്ങി എന്നെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഫോൺ വഴി ഇത് പഠിച്ചോളാം എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവളെ എടുത്ത വായിൽ അപ്പോഴും ഇവൻ എടുത്ത വായിൽ ചോദിക്കുകയാണ്, അപ്പം ഇവനെ ആര് നോക്കും എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, അത് ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് അവന് ബോർഡിങ്ങിലോ പൈസ 10,000 രൂപ കൊടുത്ത് ഞാൻ ഇവിടെ കൊച്ചുങ്ങൾ നിൽക്കുന്ന എനിക്ക് പറഞ്ഞു തരാം, എനിക്ക് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസം ഇല്ല മോനെ, അതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല.